ജീവിതത്തിലെ രണ്ട് തരത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഒന്ന്, സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് വരുന്നതെല്ലാം മറ്റാരുടെയൊക്കെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ വേറെ ചിലർ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നും എന്ത് സംഭവിച്ചാലും അത് തൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, പരാജയപ്പെട്ടാൽ അവർക്ക് പ്രശ്നമല്ല, പരാജയത്തിൽ നിന്ന് അവരെ കുതിച്ച് ചാടി എണീറ്റ് ഇനി എന്ത് തനിക്ക് മുന്നോട്ട് പോകാൻ വഴിയെന്ന് അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മളിതേത് കൂട്ടത്തിലാണെന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ആദ്യത്തെ കൂട്ടം ആളുകളെ നമുക്ക് പറയാം ഒരു വിക്ടിം മെൻറ്റാലിറ്റിയോടുകൂടി ജീവിക്കുന്ന ആളുകൾ. എല്ലാത്തിനും കാരണം മറ്റുള്ളവരാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ്. അവർക്ക് വളർച്ച അസാധ്യമാണ്. കാരണം തിരുത്തപ്പെടാനോ അല്ലെങ്കിൽ വഴിമാറി സഞ്ചരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. കാരണം അവരൊരിക്കലും തങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ അന്വേഷിക്കാനോ തങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരിഞ്ഞു നോക്കാനോ ശ്രമിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെപ്പോഴും ഉത്സാഹികളായി കറക്ഷനുള്ള സാധ്യത അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഇനി എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ളിടത്തേ നമുക്ക് വിജയമുണ്ടാവുക. നമ്മൾ ഈ വിജയത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഭൗതികമായിട്ട് നമുക്ക് പല വിജയങ്ങളുണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. പക്ഷെ ഇതെല്ലാം ആദ്യം ആഘോഷിക്കപ്പെടേണ്ടത് നമ്മുടെ മനസ്സിലായിരിക്കും. ലോകത്ത് അസാധാരണമായ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ആളുകളൊക്കെ ആരും അസാധാരണക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ അമാനുഷ്യരായിരുന്നില്ല. വളരെ സാധാരണക്കാരായിരുന്ന ആളുകൾ അവർ അസാധാരണമായി ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിലെത്തിയത്. നാം ഇന്ന് സഞ്ചരിക്കുന്ന പ്ലെയിൻ, അത് റൈറ്റ് സഹോദരന്മാർ അവരുടെ മനസ്സിലാണ് ആദ്യം കണ്ടത്, അവരുടെ മനസ്സിലാണ് ആദ്യം ഓടിച്ചത്. അതിലവർ വിജയിച്ച ശേഷമാണ് അവരതിനെ രൂപകൽപ്പന ചെയ്ത് ആകാശത്ത് പറപ്പിക്കുന്നത്. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതും ആ വഴി തന്നെയാണ്. എല്ലാ നേട്ടങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നാം നേടിയ നേട്ടങ്ങളെല്ലാം ആദ്യം മനസ്സിലാണ് പിന്നീടാണ് ഭൗതികമായി നാം അതിനെ ആഘോഷിച്ചത്. അതുകൊണ്ട് മനസ്സിൽ സ്വപ്നങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഭൗതികമായി നാം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടാലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് കറക്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് പോയി നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ എവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി.